ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഹീസ് വേർഡിലേക്ക് സ്വാഗതം. ഹെന്ന എഫക്റ്റീവായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അളവുകളൊക്കെ കൃത്യമായിട്ട് ചേർത്ത് ഹെന്ന ഉണ്ടാക്കി നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ തേക്കുകയാണെങ്കിൽ മുടിക്കുണ്ടാകുന്ന ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു മൺചട്ടിയോ ഇരുമ്പ് ചട്ടിയോ ആണ്. ഇരുമ്പ് ചട്ടിയാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മൺചട്ടി എടുത്തത്. പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കരുത്. മൺപാത്രമോ മൺചട്ടിയോ നമുക്ക് എടുക്കാം. ഇനി വേണ്ടത് ഹെന്ന പൗഡറാണ്. നമ്മുടെ മുടി നല്ല നീളമുള്ളതും ഉള്ളുള്ളതും ആണെങ്കിൽ ഒരു 6-7 ടേബിൾ സ്പൂൺ എടുക്കണം. തോളറ്റം വരെ മുടിയുള്ളൂ എങ്കിൽ 2 സ്പൂൺ മതിയാകും. ഞാനൊരു 4 സ്പൂണ് എടുത്തിട്ടുണ്ട്. ബെഞ്ചാറാസിൻ്റെ ഹെന്ന പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബ്രാൻഡാണ്. നല്ല ബ്രാൻഡാണ്. ഇനി നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല നല്ല വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് പൊടിച്ചെടുത്താൽ അതാണ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ്. നമ്മുടെ വലിയ നെല്ലിക്കയില്ലേ, അത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തതാണിത് ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് ഉണക്കി പൊടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഓൺലൈനിലായിട്ട് മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ അങ്ങാടിക്കടയില്ലേ, അവിടെ നിന്ന് നമുക്ക് ഇത് മേടിക്കാം. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ ഇടണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി വേണ്ടത് നീലാമരി പൊടിയാണ്. നമ്മുടെ ഇൻഡിഗോ പൗഡറില്ലേ, അത്. ഇതിന് 40 രൂപയാണ് എനിക്കായത്. ഇൻഡിഗോ പൗഡർ മുടിക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് അകാല നരയൊക്കെ ഉള്ളവർ മാസത്തിൽ 2 വട്ടം ഈ ഇൻഡിഗോ പൗഡർ പേസ്റ്റ് മുടി തേക്കുകയാണെങ്കിൽ നര മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നീലാമരിയുടെ പൊടി ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇപ്പം നമ്മൾ ഹെന്ന എത്ര സ്പൂൺ എടുത്തോ അതിൻ്റെ നേർപകുതിയാണ് നെല്ലിക്കാപ്പൊടിയും നീലാമരിപ്പൊടിയും എടുക്കേണ്ടത്. ഹെന്ന ഞാൻ 4 ടേബിൾ സ്പൂൺ എടുത്തു. നെല്ലിക്കാപ്പൊടിയും നീലാമരിപ്പൊടിയും 2 വീതമാണ് എടുത്തത്. അപ്പം ഇതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഷിക്കാക്കായി പൗഡറാണ്. ഷിക്കാക്കായി പൗഡർ ബെഞ്ചാറാസിൻ്റെ ആണ് ഞാൻ ഷിക്കാക്കായി പൗഡർ എടുത്തിരിക്കുന്നത്. 50 രൂപയാണ് ഇതിന് വില. പിന്നെ നമ്മൾ ഈ പൊടിയൊക്കെ വാങ്ങിക്കുന്ന ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനല്ല, നമുക്ക് ഒത്തിരി 4, 5, 6 പ്രാവശ്യമൊക്കെ നമുക്ക് ഹെന്ന ചെയ്യാം, സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി വേണ്ടത് ഈ മിക്സിനെ നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കണം. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഹെന്ന പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിൽ 3 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ, 3 ടീസ്പൂൺ തേയിലപ്പൊടിയും 2 ടീസ്പൂൺ കാപ്പിപ്പൊടിയും ആ വെള്ളത്തിലോട്ടിട്ട് തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതായത് ഒരു 1/2 ഗ്ലാസ് ആക്കി എടുക്കാം. അതിന് ശേഷം തണുപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ചൂടോട് കൂടി എടുത്ത് ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ട് ആറ്റി തണുപ്പിച്ച ശേഷമാണ് ഈ ഹെന്ന പൗഡറിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കരുത്. അത് നമ്മുടെ ലൂസായി പോവും. പിന്നെ നമുക്ക് തലയിൽ തേക്കുമ്പോൾ അത് തലയിൽ പറ്റിപ്പിടിച്ചിരിക്കില്ല, നിലത്തൊക്കെ വീണ് പ്രോബ്ലംസ് ആകും. അതുകൊണ്ട് ഒരു ലൂസും ആകരുത്, അധികം ഒന്ന് കട്ടിയാവരുത്. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം. തൈര് മുടിക്ക് നല്ലൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് തൈര് കുറച്ച് ഒഴിക്കുക. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊരു മിനിമം കുറഞ്ഞത് ഒരു 10 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. ഒരു ഓവർനൈറ്റ് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ ഇതെടുത്ത് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു മുട്ട കൂടി എടുത്ത് പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം ഇത് തലയിലോട്ട് തേക്കാൻ വേണ്ടിയിട്ട്. മുട്ടയുടെ വെള്ള മാത്രം എടുക്കാം. ഞാനൊരു മുഴുവൻ മുട്ടയാണ് എടുക്കുന്നത്. മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച ശേഷമാണ് ഇത് തലമുടിയിലോട്ട് തേക്കേണ്ടത്. ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി. അധികം കട്ടിയാവരുത്, ലൂസും ആവരുത്. ഈ ഒരു പരുവത്തിൽ എടുക്കണം. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തലമുടിയിലോട്ട് ഹെന്ന അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിക്കുണ്ടാകുന്ന ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.